നല്ല അടിപൊളി നൂൽപുട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഇടിയപ്പവും പിന്നെ നല്ല സ്ട്രോങ് ചായ, അതിൽ കയറി ചട്നിയും മറ്റേ ഒരു കടലക്കറിയും. ആഹാ! എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ അൽഖർജ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മളൊന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഖർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക നല്ല കൃഷിയൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് ഐറ്റംസ് കൃഷികളൊക്കെ നടക്കുന്ന ഡയറി ഫാമൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു സ്ഥലമാണ്. നമ്മൾ ഖർജിൻ്റെ ഈ ടൗണിൽ എത്തുന്നതിൻ്റെ മുമ്പ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സംഭവമാണ്. അതൊരു സ്തൂപം ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവമാണ്. അതേപോലെ ഇത് ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ്. ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു പഴയ ആ ഒരു ടൈപ്പ് രീതിയിലുള്ളൊരു മസ്ജിദ് അതുണ്ടാക്കിയതാണ്. നല്ലൊരു ഭംഗിയാണ്. അതിൻ്റെ തൊട്ടുപുറത്ത് തന്നെ പുതിയൊരു അടിപൊളി ഒരു മസ്ജിദ്, ഒരു പള്ളി നമുക്കവിടെ കാണാൻ കഴിയും. വലിയൊരു പള്ളിയാണ്. ഈ ഒരു പള്ളി അതിമനോഹരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ അൽഖർജ് സൂക്ക് തന്നെയാണ് ഈ ഒരു പള്ളിയുള്ളത്. നമ്മൾ ഖർജിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കാണാൻ കഴിയുന്നത് ഈ ഒരു പള്ളിയാണ്. ഇതിൻ്റെ അകത്തളങ്ങളും ഒക്കെ നല്ല രീതിയിൽ ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. പുതിയ രീതിയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുന്ന പറഞ്ഞ പോലെ ഈ സാധനം ഞാൻ സത്യം പറഞ്ഞത് ആദ്യമായിട്ട് കഴിക്കുകയാണത്. അങ്ങനെ കണ്ടിട്ടുണ്ട് ജസ്റ്റ്, ഞാനത് ആദ്യമായിട്ട് കഴിക്കുകയാണ്. ഇപ്പം ഭയങ്കര ഡേഞ്ചറാണ്. കാരണം അതിന് ചെറിയ ചെറിയ ആരുകളുണ്ട്. അപ്പോൾ കയ്യിൽ ഗ്ലൗസ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഞാനങ്ങനെ ഗ്ലൗസ് യൂസ് ചെയ്യാണ്ട് എടുത്തതാണ്. നേരം വെളുപ്പോളം ഒരു കുത്തലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അൽഖർജിൻ്റെ വീഡിയോ ചെയ്തു. ഇവിടെ ഒരുപാട് പാർക്കുകളും അതേപോലെ സൂ ഉണ്ട്. അതേപോലെ മറ്റേ നക്ഷത്രക്കുളം എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവമുണ്ട്. ഉൽക്ക വന്ന് വീണിട്ടുണ്ടായിട്ടില്ല 3500 വർഷം മുമ്പ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവം കൂടി നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രത്യാശയോടുകൂടി ഇന്നിവിടെ പറഞ്ഞു പിരിയുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റിഷു എപ്പിക്കാട്.